മാധു, ശ്രീ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നാവും. കാരണം കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന സൂചനകൾ ലഭ്യമാകുന്നു. ഇവിടെ 48 സീറ്റുള്ള മഹാരാഷ്ട്ര, 39 സീറ്റുള്ള ബീഹാർ, 80 സീറ്റുള്ള UP, 25 സീറ്റുള്ള രാജസ്ഥാൻ, ഇവിടെയൊക്കെ BJPയുടെ നില പരിങ്ങലിലാകുന്നു എന്നൊക്കെയുള്ള വിശ്വസനീയമായ വിവരങ്ങൾ വരുമ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിഭ്രാന്തിയിലാവുകയാണ്. സ്ഥലജല വിഭ്രാന്തി പൂണ്ട് അദ്ദേഹം പലതും വിളിച്ചു പറയുകയാണ്. പ്രധാനമന്ത്രി എന്ന തൻ്റെ പദവിക്ക് നിരക്കുന്നതാണോ എന്ന് ഓർക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ല. അല്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വലിയ ഒരു ന്യായമോ നീതിയോ സത്യമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം 2002 രാജധർമ്മം പാലിക്കാൻ അറിയാത്തയാളെന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ പരസ്യ ശകാരം ഏറ്റുവാങ്ങിയ ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ശിരസ്സാണ് കുനിഞ്ഞു പോകുന്നത്. ഈ രാജ്യത്തെ പ്രബലമായൊരു ന്യൂനപക്ഷത്തെ പെറ്റുപെരുകുന്നവരെന്നും കടന്ന് നുഴഞ്ഞു കയറി വന്നവരെന്നും ഒക്കെ ആക്ഷേപിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ പറയാൻ നരേന്ദ്രമോദിക്ക് വഴിയുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഇങ്ങനെ ഒരു പരാമർശം ഏപ്രിൽ 7-ാം തീയതി രാഹുൽ ഗാന്ധി നടത്തുന്നു എന്ന ഇടത്ത് വെച്ചാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം. അത് ഏതു തരത്തിൽ BJP, നരേന്ദ്രമോദി, അവരുടെ ക്യാമ്പയിനർമാർ ഇവരൊക്കെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. പറഞ്ഞതെല്ലാം തിരികെ വന്നു കൊണ്ടിട്ടും വീണ്ടും ഈ കടന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാധുവിൻ്റെ ഒരു തെറ്റായ ആലോചന രീതികൾ കൊണ്ടാണ് മാധു ഇങ്ങനെ പറയുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ പറഞ്ഞതിലൊക്കെ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ കിത്നി ആബാദി ഹേ ഉത്നി ഹക്ക് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ഇവിടെ ജാതി സെൻസസ് നടത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സമ്പത്തിൻ്റെ 50% 1000-ൽ പരം സഹസ്ര കോടീശ്വരന്മാരുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു ഇന്ത്യയെ പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് മാറ്റുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കരയും കടലും ആകാശവും അദാനിക്കും അംബാനിക്കും തീരെഴുതുന്ന ഒരു ഉത്തരേന്ത്യ ആകമാനം BJPയുടെ വോട്ട് ബാങ്ക് മുഴുവൻ നിൽക്കുന്ന ഇടത്തെല്ലാം ഇത് വായിക്കുന്നതും ഇത് പരിവർത്തനപ്പെടുന്നതും ഇത് പരിഭാഷപ്പെടുന്നതും എന്ന് വിചാരിക്കുന്ന ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു എന്ന് എനിക്കുള്ള ബോധത്തെ പറ്റി അല്ല, എന്റെ വോട്ടോ കേരളത്തിലുള്ള വോട്ടോ അല്ല ഇനിയുള്ള ഘട്ടങ്ങളിൽ നിങ്ങളുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. അവിടെ അതെങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. ശക്തി പരാമർശം എങ്ങനെ പോയി? മാധു, ഇവിടെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അസത്യത്തിന് മേൽ അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാകും എന്നൊക്കെ കരുതുന്ന ഒരു മിഥ്യയിൽ നിന്ന് ഈ രാജ്യത്തിന് എന്തെങ്കിലും ഒരു മോചനം വേണം. അതിന് സത്യം എന്നും ഉറക്കെ സ്ഥായിയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. നരേന്ദ്രമോദി പണിയുന്ന ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കലല്ല രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പണി. ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളത് ഉയർത്തിപ്പിടിക്കും. 100 തെരഞ്ഞെടുപ്പ് തോറ്റാലും അതിൽ മാറ്റമില്ല. അന്തിമമായിട്ട് ആ സത്യം ജയിക്കും. ആ വിജയത്തിലേക്കുള്ള വഴികൾ ഇവിടെ തുറന്ന് വരികയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവിടെ ഞങ്ങൾ പറയുന്നത് ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നതാണ്, ഇന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഇവിടെ പാർപ്പിടമില്ലായ്മയെക്കുറിച്ചും ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ കാലത്തും ഹിന്ദുവും മുസ്ലിമുമാക്കി 2 കളത്തിൽ നിർത്താൻ നരേന്ദ്രമോദി തന്നെ മുന്നിട്ടിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ വശംവദരാകുന്ന ഒരു രാജ്യത്തെ ജനത എന്ന ദുഷ്പേര് മാറ്റാൻ ഈ രാജ്യത്തെ വോട്ടർമാർ മുന്നോട്ട് വരുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട് മാധു. അല്ലാതെ ഞങ്ങൾ അത്തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ നെറേറ്റീവിനനുസരിച്ച് സ്വയം മാറാനോ അല്ലെങ്കിൽ നിലപാടുകളെ ബലി കഴിക്കാനോ തയ്യാറല്ല. ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾ വലിയ പാരമ്പര്യമുള്ളവരാണ്. ചെറിയ ഇടക്കാലയളവിൽ അവരെ വഴിതെറ്റിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഈ രാജ്യവും ഈ രാജ്യത്തെ ജനങ്ങളും തിരിച്ചു നടക്കുക തന്നെ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങളെ നയിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ടും അവരെ ആട്ടിപ്പായിക്കാൻ ചൂണ്ടുവിരൽ പായിച്ചുകൊണ്ടും ഒക്കെ ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ഇവിടെ പരസ്യമായി ചോദ്യം ചെയ്തു തുടങ്ങുകയാണ്. കാരണം ഈ രാജ്യം പടുകുഴിയിലേക്കാണ് വീഴുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, 10-40 കോടി ജനങ്ങൾ ഒരു നേരത്തെ ആഹാരം മാത്രമായിട്ട് ചുരുങ്ങുന്ന അവസ്ഥ, 80 കോടി ജനങ്ങൾക്ക് ധാന്യം കൊടുത്തില്ലെങ്കിൽ അവർ പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥ, പാർപ്പിടമില്ലാത്ത അവസ്ഥ, ആരോഗ്യരംഗം കുത്തഴിഞ്ഞൊരവസ്ഥ, രാജ്യത്തെങ്ങും വിഭവ കേന്ദ്രീകരണം, ചെരുപ്പിനൊപ്പം അളവ് മാറ്റാനുള്ളതല്ല കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എന്നും പറഞ്ഞു.